ഹലോ, ഇന്ന് നമ്മളൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടി കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 മണി ഉലുവയിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് കളറൊക്കെ മാറി വരുമ്പോൾ കൊച്ചുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 7-8 കൊച്ചുള്ളിയാണ് ചതച്ചെടുത്തേക്കണത്. അതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അത് മൂത്ത് വരുമ്പോൾ നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി വഴണ്ട് നല്ല പാകമായി വരുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊന്നും നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ എരിവ് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. നമ്മൾ നേരത്തെ 2 കഷ്ണം കുടംപുളി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മീൻ കഴുകി നന്നായി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചാളയാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. മുഴുവൻ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് ചാറൊക്കെ കുറുകി മീനൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അധികം ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിന്ന് മീൻ കറി കഴിക്കുന്നത് കൊള്ളിയുടെ കൂടെയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.